ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ഓഫീസ് ജോലികൾക്കായി കൂടുതൽ സമയം ചെലവിടുന്നവർക്കുള്ള ചെയർ യോഗയെക്കുറിച്ചുള്ള വീഡിയോ മന്ത്രി ചടങ്ങിൽ പ്രകാശനം ചെയ്തു. തുടർന്ന് നടന്ന സമൂഹ യോഗാചരണത്തിലും മന്ത്രി പങ്കെടുത്തു. ആരോഗ്യകരമായ വാർദ്ധക്യം യോഗയിലൂടെ എന്ന സന്ദേശമുയർത്തിയാണ് ഈ വർഷം യോഗാ ദിനം ആചരിച്ചത്. ലോക് ഭവനിലും അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. ഗവർണറുടെ സെക്രട്ടറി ഡോക്ടർ വാസുകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോക് ഭവനും മൈ ഭാരത് കേരളവും സംയുക്തമായാണ് യോഗാ ദിനാചരണം സംഘടിപ്പിച്ചത്. ലോക് ഭവൻ, മൈ ഭാരത് ജീവനക്കാർ, യൂത്ത് ക്ലബ് അംഗങ്ങൾ, യുവജനങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഡോക്ടർ ശ്രീറാം TR യോഗ പരിശീലനത്തിന് നേതൃത്വം നൽകി. യോഗാഭ്യാസ പ്രകടനങ്ങളും പരിപാടിയുടെ ഭാഗമായി അരങ്ങേറി. തിരുവനന്തപുരം കളക്ട്രേറ്റിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണവും ജീവനക്കാർക്കായി യോഗ ബോധവൽക്കരണ പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ കളക്ടർ അനുകുമാരി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പബ്ലിക് ഇനിഷ്യേറ്റീവ് ഡെവലപ്മെന്റ് സെന്ററിന്റെ ന്യൂസ് ലെറ്റർ ജില്ലാ കളക്ടർ അനുകുമാരി സബ് കളക്ടർ ആൽഫ്രഡ് ഒവിക്ക് നൽകി പ്രകാശനം ചെയ്തു. ഈ വർഷം സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെ ജപ്പാനിൽ നടക്കുന്ന 20ാമത് ഏഷ്യൻ ഗെയിംസിന്റെ പ്രചരണാർത്ഥം ഐച്ചി നാഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ, മന്ത്രിമാരായ OJ ജനീഷ്, റോജി M ജോൺ, തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികൾ ചേർന്ന് ഫണ്ട് റൺ ഫ്ലാഗ് ഓഫ് ചെയ്തു. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച് സെൻട്രൽ സ്റ്റേഡിയത്തിൽ സമാപിച്ച ഫണ്ട് റണ്ണിൽ കായിക താരങ്ങൾ, വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ ഉൾപ്പെടെ 40,000-ലധികം പേർ പങ്കെടുത്തു. ഒളിമ്പ്യന്മാരായ PR ശ്രീജേഷ്, ജിൻസി ഫിലിപ്പ്, P രാമചന്ദ്രൻ, സെബാസ്റ്റ്യൻ സേവ്യർ തുടങ്ങിയ കായിക താരങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. ഇതാദ്യമായാണ് ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ ഇന്ത്യയിൽ നടക്കുന്നത്. മുതിർന്ന പൗരസംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മെയിൻ്റനൻസ് ട്രിബ്യൂണലിൽ പ്രത്യേക അദാലത്ത് സംഘടിപ്പിച്ചു. അദാലത്തിൽ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവും ക്ഷേമവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരുന്ന 70-ലധികം കേസുകൾ പരിഗണിച്ചു. തിരുവനന്തപുരം സബ് കളക്ടറും മെയിൻ്റനൻസ് ട്രിബ്യൂണലിന്റെ പ്രിസൈഡിംഗ് ഓഫീസറുമായ ആൽഫ്രഡ് ഒവിയുടെ നേതൃത്വത്തിലാണ് അദാലത്ത് നടന്നത്. ട്രിബ്യൂണലിലെ ജീവനക്കാരും കൺസീലിയേഷൻ ഓഫീസർമാരും അദാലത്തിൽ പങ്കെടുത്തു. സൈബർ സാമ്പത്തിക തട്ടിപ്പുകളുടെ വർദ്ധിച്ചുവരുന്ന ഭീഷണിക്കെതിരെ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം RBI റീലത്തോൺ 2026 എന്ന സംസ്ഥാനതല ബൃഹത് ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കമായി. തിരുവനന്തപുരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നടന്ന ചടങ്ങ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. RBI റീലത്തോൺ 2026 3 ഘട്ടങ്ങളിലായാണ് നടപ്പാക്കുന്നത്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.